ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം. ഇറ്റ്സ് മീ VJR. യെസ്, ഇത് അടിപൊളിയായിട്ട് നമ്മുടെ 8ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉഷാറായിട്ട് പഠിക്കുന്നുണ്ട്, അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ട്. നമുക്ക് ഇനി അങ്ങോട്ട് കുറച്ച് ടഫ് ക്വസ്റ്റ്യൻ ചെയ്യണം. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യണം, പക്ഷെ കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് നല്ല കിടിലമായിട്ട് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങളുടെ SCERT ഇറക്കിയ, അല്ലെ നമ്മുടെ SCERT ഇറക്കിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ കഴിഞ്ഞ പോലെ ഇറക്കിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് മോഡൽ ക്വസ്റ്റ്യൻ ഓണ പരീക്ഷയ്ക്ക്. അപ്പോൾ ആ പരീക്ഷയ്ക്ക് ഇറക്കിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു കിടിലം ക്വസ്റ്റ്യൻ ആണ്. കിടിലം എന്ന് പറഞ്ഞാൽ കിടിലം ക്വസ്റ്റ്യൻ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരൊറ്റ ക്ലാസ്സിലൂടെ. അപ്പോൾ ഒരു A+ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ ഒരു ലെവലിൽ തന്നെ നിങ്ങൾ പഠിക്കാനായിട്ട് ഇരുന്നുള്ള ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാണെങ്കിൽ, ക്ലാസ്സുകൾ കാണാൻ വന്ന കുട്ടികൾ തന്നെ ഒന്ന് ലൈക്ക് അടിച്ചേ. കാര്യം നിങ്ങളുടെ ലൈക്കുകളും നിങ്ങൾ തരുന്ന താഴെ കമൻറ്റ് സെക്ഷനിൽ, ഞാൻ എപ്പോഴും കമൻറ്റ്സ് കാണാറുണ്ട്, താഴെ കമൻസിൽ കമൻസ് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു പൈസ മുടക്കും ഇല്ലാത്തൊരു കാര്യമാണ് എന്ത്, താഴെ കമൻസ് ആയിട്ട് അത്യാവശ്യം വലുപ്പത്തിൽ എഴുതിയിടാം. ഞാനും താഴെ എൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ID ഞാൻ നിങ്ങൾക്ക് റീപ്ലൈ തരാൻ നോക്കാം. താഴെ ഞാനും വരാം കമൻറ്റിൽ. അപ്പോൾ നിങ്ങൾ എന്തായാലും വരണം, കമൻറ്റ് ഇടണം, ലൈക്ക് കൂടെ അടിക്കുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പരീക്ഷ കഴിഞ്ഞാൽ പറയുകയും വേണം കേട്ടോ. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടാവും, കഴിഞ്ഞ കൊല്ലത്തെ ചോദ്യ പേപ്പറും മറ്റൊക്കെ ചെയ്യുന്നുണ്ടാവും. ആ ചോദ്യവും ഒക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് PDF ആക്കിയിട്ട് ഇൻസ്റ്റാഗ്രാമിലൂടെ മറ്റൊക്കെ PDF എന്ന് പറഞ്ഞിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതവിടെ കട്ടെ. ഇപ്പം അതിലേക്കൊന്നും പോകണ്ട, എക്സാം കഴിഞ്ഞിട്ട് പറയണം കേട്ടോ. അപ്പോൾ താഴെ കൂടെ നിങ്ങളൊരു സ്ക്രോള് പോകുന്നുണ്ടാവും. ആ സ്ക്രോളിലൂടെ നിങ്ങൾ കാണേണ്ടത്, നിങ്ങൾ ഇത്തവണത്തെ ഓണപ്പരീക്ഷ കിടിലമായിട്ട് പഠിക്കും. അടുത്ത പരീക്ഷയ്ക്ക് ആദ്യമേ പഠിച്ച് തുടങ്ങാൻ വേണ്ടിയിട്ട് 10% ഓഫർ, ഓണം ഓഫർ സൈലം നിങ്ങൾക്ക് തരാണ്. ഓണം ഓഫർ ഇപ്പോഴും നമ്മുടെ ബാച്ചിൽ ചേരാത്ത കുട്ടികളോടൊക്കെ പെട്ടെന്ന് വാ, നമുക്ക് ഇനി അങ്ങോട്ട് ഒരേ പൊളിയായിട്ട് പഠിക്കണം. അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സുകൾ മറ്റൊക്കെ കിട്ടും. താഴെ കമൻസ് ഇതിലൂടെ പോകുന്ന ആ നമ്പറിലൊന്ന് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ സൈലം ലേണിംഗ് എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്താലും മതി. ഞാൻ കാണിച്ചു തരാം ഏതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, അതായത് A+ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഏതാണ് A+ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്നുള്ളത് സാറൊന്ന് കാണിച്ചു തരാവേ. ഇതാണ് ക്വസ്റ്റ്യൻ. ഒറ്റ ചോദ്യം ഡിസ്കസ് ചെയ്യുള്ളൂ. ഈ ചോദ്യത്തിൽ തന്നെ എല്ലാം ഉണ്ട്. ചോദ്യം സാറൊന്ന് വായിച്ചു തരാം. ക്വസ്റ്റ്യൻ ഈസ് വെരി സിമ്പിൾ. ഒരു ബഹുഭുജത്തിന്റെ പുറം കോണുകളുടെ തുക അകം കോണുകളുടെ തുകയുടെ പകുതിയാണ്. ഇങ്ങനത്തെ ഒരു ചോദ്യം കണ്ടാൽ തന്നെ ആദ്യം തന്നെ കുഞ്ഞോനെ ഒരാളെന്ത് ചെയ്യും, ഈ സാധനം ബോധം കെട്ട് വീണു. കാര്യം ഒരു ബഹുഭുജത്തിന്റെ പുറം കോണുകളുടെ തുകയും അകം കോണുകളുടെ തുകയുടെ പകുതിയാണ്. അപ്പം കോൺസെപ്റ്റ് അറിയാത്തൊരു കുട്ടി ഈ ക്വസ്റ്റ്യന് ഉത്തരം എഴുതാൻ കുട്ടിക്ക് കഴിയില്ല. കാരണം എന്താ വെച്ചാൽ ബഹുഭുജത്തിന് എത്ര വശമുണ്ട്, ഇതൊരു സമബഹുഭുജമാണെങ്കിൽ ഒരു അകം കോണിന്റെ അളവ് എത്ര, എന്നിട്ട് വശങ്ങളുടെ എണ്ണം ബഹുഭുജത്തിനേക്കാൾ 1 കുറവായ സമബഹുഭുജത്തിന്റെ പുറം കോണിന്റെ ഇങ്ങനെയൊക്കെ വന്നാൽ എന്താ ചെയ്യാലേ? ഇതാ ഞാൻ പറഞ്ഞ A+ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഇംഗ്ലീഷിലൊന്ന് വായിച്ചുതരാം. ദ സം ഓഫ് ഔട്ടർ ആംഗിൾസ് ഓഫ് എ പോളിഗൺ ഈസ് ഹാഫ് ഓഫ് ദ സം ഓഫ് ദ ഇന്നർ ആംഗിൾ. How many sides does it have? The polygon have? If it is a regular polygon, how much would be each inner angle? How much each outer angle of polygon within the number of sides 1 less than this? ഒന്ന് കുറവായത്. അപ്പം ഞാൻ ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട് ചോദ്യത്തിന് നമ്മളൊന്ന് മാറ്റം വരുത്തിയാൽ അതിൻ്റെ ഉത്തരം കിട്ടും കുഞ്ഞോനെ. എന്താ പറയുക നോക്ക്, ഒരു ബഹുഭുജത്തിന്റെ പുറം കോണുകളുടെ തുക ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു തരാം. എന്താ പുറം കോണുകളുടെ തുക, ദ സം ഓഫ് ഔട്ടർ ആംഗിൾ. എടാ പുറം കോണുകളുടെ തുക എപ്പോഴും 360 ആയിരിക്കും കേട്ടോ. ദാറ്റ് കോൺസെപ്റ്റ് നമ്പർ 2, കോൺസെപ്റ്റ് നമ്പർ 1. പുറം കോണും എല്ലാം കൂടെ കൂട്ടിയാൽ 360 ഉണ്ടാവും, മാറൂല. ഔട്ടർ ആംഗിൾ എല്ലാം കൂടെ കൂട്ടിയാൽ 360 ഉണ്ടാവുള്ളൂ. അപ്പൊ പുറം കോണുകളുടെ തുക, ദ സം ഓഫ് ഔട്ടർ ആംഗിൾ. അപ്പൊ ഞാൻ 360 പുറം കോണുകളുടെ തുക. അതെന്താണെന്ന് പറയുന്നുണ്ട് നോക്ക്, അകം കോണുകളുടെ തുകയുടെ പകുതിയാണ്. ഞാൻ മഞ്ഞ കളറിൽ കാണിച്ചതേ, അകം കോണുകളുടെ തുക പകുതിയാണ്. അകം കോണുകളുടെ തുകയുടെ പകുതി. അകം കോണുകളുടെ തുക എന്താ അറിയോ? അതായത് ഇന്നർ ആംഗിളിന്റെ സമ്മിന്റെ ഹാഫാണ്. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് സെപ്പറേറ്റ് ചെയ്താലേ, സെപ്പറേറ്റ് ചെയ്താൽ അതായത് പുറം കോണുകളുടെ തുക പഠിച്ചു വെച്ചോ 360. അതായത് ഔട്ടർ ആംഗിളിന്റെ സമം.
360 പഠിച്ചോണ്ടു. അതുപോലെ തന്നെ അകങ്കോണുകളുടെ സമം എന്താ ഇവിടെ പറഞ്ഞത് നോക്കൂ. അകങ്കോണുകളുടെ തുക, അകംകോണുകളുടെ തുക. ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്, എന്താ അറിയോ? അതായത് ഇന്നർ ആംഗിളിന്റെ സമ്മ്. എടാ ഇന്നർ ആംഗിൾ എന്ന് പറഞ്ഞാൽ പോളിഗണിന്റെ ഇന്നർ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, ഇന്നർ ആംഗിളിന്റെ സമ്മ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. n-2 × 180. n എന്ന് പറഞ്ഞാൽ വശങ്ങളുടെ എണ്ണം. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കോൺസെപ്റ്റ് ആക്കി പഠിച്ചു വെച്ചോ. n-2 × 180 ആണ് എന്ത്? അകങ്കോണുകളുടെ തുക, ഇന്നർ ആംഗിളുടെ സമ്മ്. ഔട്ടർ ആംഗിളുടെ സമ്മ് കാണാൻ ഏതാണ്? 360 ആണ്. ഇനി അവർ പറയുന്ന മാതിരി നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്? എഴുതാൻ വേണ്ടി പോവാ. അവരെന്താ പറഞ്ഞു നോക്കൂ. പുറംകോണുകളുടെ തുക എന്താണ്? അകങ്കോണുകളുടെ തുകയുടെ പകുതി. അതായത് പുറംകോണുകളുടെ തുക 360, അതെന്താന്ന് പറഞ്ഞുകൊണ്ട് ഈ ഈക്വൽ ടു അതെന്താണ്? അകങ്കോണുകളുടെ തുകയുടെ പകുതി. അപ്പോൾ അകങ്കോണാണിത്, അതിന്റെ പകുതി എന്ന് പറഞ്ഞാൽ 1/2 കൊടുക്കുക. എന്തിനാണ് 1/2 കൊടുത്ത്? എന്റെ കുഞ്ഞോനെ ചോദ്യത്തിൽ ഇവരുന്ന് പറയുന്നുണ്ട് അകങ്കോണുകളുടെ തുകയുടെ പകുതി പകുതി പകുതി, ഇന്നർ ആംഗിളുടെ ഹാഫ് 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 എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നർ ആംഗിളുടെ ഹാഫ് അവിടെ കൊടുക്കണം. അപ്പൊ ഇവിടെ ഇത് മാത്രം എഴുതി വെച്ചാൽ പോരാ, ഹാഫ് കൊടുക്കണം. അത് പഠിക്കണം. എടാ കുഞ്ഞോനെ ഇത് അങ്ങോട്ട് സെറ്റ് ആക്കിയാൽ ഇതെങ്ങനെയാ ഇനി എഴുതുക? ഞാൻ കാണിച്ചുതരാം, സിമ്പിളാണ്. ഇതാ കണ്ടോ, ഈ ഹരിക്കണം 2 ഇവിടുന്ന് ഇങ്ങോട്ട് ഇടാം, അപ്പൊ ഗുണിക്കണം 2 ആവും. ബൈ 2 അവിടെ പോകുമ്പോൾ ഇൻറ്റു ആവും. അപ്പൊ 360 × 2 ഇതെങ്ങനെ വരാ? ഇതെങ്ങനെ വരാ? ഇത് അതേപോലെ എഴുതി വെച്ചോ. തൽക്കാലം അപ്പോൾ അതേപോലെ എഴുതി വെച്ചോട്ടോ. n-2 × 180. ഞാൻ അടുത്ത പേജിൽ എഴുതാൻ വേണ്ടി പോവാണേ. ഒന്നും സാറ് ചെയ്തില്ല. അതാ ഈ ഹരിക്കണം 2 അങ്ങോട്ട് വിട്ടു, അപ്പൊ ഗുണിക്കണം 2 ആയി. എന്നിട്ട് ഇത് അതേപോലെ എഴുതി. ഒന്ന് പിന്നെ എഴുതേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അപ്പൊ 360 × 2 എത്രയാ? 720 സമം അപ്പുറത്തുള്ള ഞാൻ അതേപോലെ ഇതാണ്. നമുക്ക് സ്റ്റെപ്പ് കുറച്ച് മനസ്സിലാവുന്ന രീതിയിൽ എഴുതാം. അതായത് നമ്മളെപ്പോഴും എല്ലാ കാറ്റഗറി ആൾക്കാരെയും ഞാൻ പരിഗണിക്കുന്നുണ്ട്. വലിയ കുട്ടികൾ, നല്ല പഠിക്കുന്ന കുട്ടികൾ, ഒരു ആവറേജ് കുട്ടികൾ, ബിലോ ആവറേജ്, എല്ലാവർക്കും വേണ്ടേ? ഞാൻ പറയുന്ന ഒരു കാര്യം മനസ്സിലാക്കുക, ഹരിക്കണം അങ്ങോട്ട് പോയാൽ ഗുണിക്കണമാവും. അതിനാണ് ഞാനിവിടെ ഇങ്ങനെ ഇട്ട്. അതേപോലെ ഗുണിക്കണം സമത്തിന്റെ അപ്പുറത്തോട്ട് പോയാൽ എന്താവും? ഹരിക്കണോ ഗുണിക്കണോ? അത് നിങ്ങളെപ്പോഴും പഠിച്ചു വെക്കണം കേട്ടോ. അത് നിങ്ങൾ എപ്പോഴും പഠിച്ചു വെക്കണം. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ 2നെ ഇവിടുന്ന് വെട്ടൊക്കെ ചെയ്യാം, 90 ആക്കി അങ്ങനെയും ചെയ്യാം. അങ്ങനെ ചെയ്യുന്നവരുണ്ട്, നിങ്ങളുടെ ഇഷ്ടം. ഇനിയിപ്പോൾ അവിടെ കട്ടെ. ഇപ്പം തൽക്കാലം നിങ്ങൾ ഇങ്ങനെ ചെയ്തോ, ഗുണിച്ചു. ഇതാ ഈ 150 ഇവിടുന്ന് ഇങ്ങോട്ട് പറഞ്ഞേക്കാം. 150 ഇവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും? ബൈ ആവും. പഠിച്ചോട്ടോ. ഗുണിക്കണം പോകുമ്പോൾ ഹരിക്കണാവും, ഹരിക്കണം പോകുമ്പോൾ ഗുണിക്കണാവും. ഇൻറ്റു എന്താവും? ഡിവിഷൻ. മൾട്ടിപ്ലിക്കേഷൻ എന്താവും? ഡിവിഷൻ. ഓക്കെ, റെഡി? ഞാൻ പറഞ്ഞൊക്കെ ഓക്കെ അല്ലേ? ഇൻറ്റു ഡിവിഷൻ ആവും. സമത്തിനപ്പുറത്ത് പോകുമ്പോൾ ഡിവിഷൻ എന്താവും? ഇൻറ്റു ആവും. ഗുണനം ഹരണമാവും, ഹരണം ഗുണനവും. ഇത് താഴത്തെത്തോ. അപ്പൊ 720/180 വരും. അതാണ് n-2. 0 വെട്ടി. 72 എത്ര 18 ഉണ്ട് എന്ന് ചോദിച്ചാൽ എത്ര ഉണ്ട്? 72 18 4 എണ്ണം ഉണ്ട്. അപ്പൊ 4n-2. അപ്പൊ n ആണ് വശങ്ങളുടെ എണ്ണം. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്ക്, എത്ര വശങ്ങളുണ്ട്? വശം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു ഈ n ആണ് വശങ്ങളുടെ എണ്ണം. അപ്പൊ n-നെ അവിടെ വെച്ചാൽ മതി. -2 -2 ഇവിടെ പോകുമ്പോൾ -2 അവിടെ -2 അങ്ങോട്ട് പറഞ്ഞേക്കാം. എന്നാലും n അവിടെ ഒറ്റയ്ക്കാവും കേട്ടോ. അപ്പൊ 4 എന്താവും? -2 ഇവിടെ എത്തുമ്പോൾ എന്താവും? +2. ദേ നമ്മുടെ ഉത്തരം ഒരേ പൊളി. 4+2 ദാറ്റ് ഈസ് n. 4 2 കൂട്ടി എത്രടോ? n = 6. 6 വശം ഉണ്ടാവും എന്നാ പറയണേ. എന്ത് ക്വസ്റ്റ്യൻ അല്ലേ? ഒരു പറഞ്ഞു പുറംകോണുകളുടെ തുക അകംകോണുകളുടെ ഹാഫാണ്, അതുകൊണ്ട് അവിടെ ഹാഫ് എഴുതി. ഇതിങ്ങോട്ട് വിട്ടു, ഇൻറ്റു ആയി. അത് ഗുണിച്ചപ്പോൾ 720 ആയി. 750 ഇങ്ങോട്ട് പോയപ്പോൾ ഹരിക്കണമായി, ഡിവിഷൻ. ഇത് ഹരിച്ചപ്പോൾ 4 കിട്ടി. മൈനസ് ഇങ്ങോട്ട് പോയപ്പം പ്ലസ് ആയി. ദേ നമ്മുടെ ഉത്തരം n ദാറ്റ് ഈസ് എത്രയടാ? 6 കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തു കേട്ടോ. ഇഫ് ഇറ്റ് ഈസ് എ റെഗുലർ പോളിഗൺ. റെഗുലർ പോളിഗണിന്റെ പ്രത്യേകത എന്താ? സമബഹുഭുജത്തിന്റെ പ്രത്യേകത എല്ലാ വശങ്ങളും എല്ലാ കോണുകളും തുല്യം. അങ്ങനെ ഒരു റെഗുലർ പോളിഗൺ ആണെങ്കിൽ ഒരു അകം കോണിന്റെ തുക ഒരു അകം കോണിന്റെ അളവ് എത്ര? എടാ ഞാനൊരു കാര്യം പറയട്ടെ, ആകെ എത്ര വശമുള്ളത്? 6 വശം. 6 വശമാണ് ആകെ ഉള്ളത്, 6 സൈഡ്സ്. അപ്പോൾ ഒരു അകം കോണിന്റെ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ ആകെ അകം കോണ്, ഫോർ എക്സാമ്പിൾ n എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6. വശങ്ങളുടെ എണ്ണം എത്രയാണ്? 6.
അവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ഒരകങ്കോണാണ്. ഒരകങ്കോണം കിട്ടുകയാണെങ്കിൽ എല്ലാ അകങ്കോണും കിട്ടണ്ടേ? അപ്പൊ ടോട്ടൽ ഇന്നർ ആംഗിൾ, അതായത് ആകെ അകങ്കോണുകളുടെ തുക. എടാ ഞാൻ എപ്പോഴും പറയാം, അകങ്കോണുകളുടെ തുക കാണാൻ ഒരു ഇക്വേഷനേ ഉള്ളൂ. ഇന്നർ ആംഗിളിന്റെ സമ്മ് കാണാൻ ഒരു ഇക്വേഷനേ ഉള്ളൂ. n-2 × 180. n എത്രയാ? 6 - 2 × 180. അപ്പം എത്ര വരും? 4 × 180, 720 വരും. അത് ഓൾറെഡി കിട്ടിയാണ് നേരത്തെ അല്ലേ? n-2 ഇതിങ്ങനെ ആയോ മതി അല്ലേ? 4 × 180 വരും. അപ്പം എല്ലാ കോണും കൂടെ കൂട്ടി 720 എന്നാണ് പറയുന്നത്. പക്ഷെ ഒരകം കോണാണ് കിട്ടേണ്ടത്. കാര്യം സമബഹുഭുജ ആയതുകൊണ്ട് എല്ലാ കോണും തുല്യല്ലേ. അപ്പോൾ 1 ആംഗിൾ 1 ഇന്നർ ആംഗിൾ അങ്ങനെ ഇതാ. അതായത് ഒരു അകങ്കോൺ. ടോട്ടൽ എത്ര അകങ്കോണുണ്ട്? ടോട്ടൽ 6 സൈഡാണെങ്കിൽ 6 കോണുകൾ ഉണ്ടാവില്ലേ? അപ്പം 720 ഇതാണ് ടോട്ടൽ ഇന്നർ, ആകെ അകങ്കോൺ. അതിൽ ഒരാംഗിൾ കിട്ടുകയാണെങ്കിൽ 6 ആംഗിൾ ഉണ്ടാവും. ടോട്ടൽ 6 വശൻ്റെ 6 ആംഗിൾ. അപ്പം 720 എത്ര 6 ഉണ്ടെന്ന് ചോദിച്ചാൽ 72 എത്ര 6 ഉണ്ട്? 12. അപ്പം 120 ആയിരിക്കും ഒരകങ്കോണ്. അപ്പോൾ ഒരകങ്കോണ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരകങ്കോണ്, ഒരു ഇന്നർ ആംഗിൾ, സോറി ഇത് ബി ആണ്, ഒരു ഇന്നർ ആംഗിൾ കിട്ടി. അപ്പോൾ ബി ക്വസ്റ്റ്യനും അതന്നെയല്ലേ? ബി ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ഹൗ മച്ച് ഈസ് എൻ ഇന്നർ ആംഗിൾ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വശങ്ങളുടെ എണ്ണം സമബഹുഭുജത്തേക്കാൾ 1 കുറവായ സമബഹുഭുജത്തിന്റെ ഒരു പുറം കോണിന്റെ. ഇവര് പറയാണ് വശങ്ങളുടെ എണ്ണം ഈ ബഹുഭുജത്തിനേക്കാൾ 1 കുറയണം. ഈ ബഹുഭുജത്തിനേക്കാൾ 1 കുറയണം. അപ്പൊ ഇപ്പൊ നിലവിൽ ഇതിന്റെ ഇതെത്രയാ നോക്കുക. നിലവിൽ ഇതിന്റെ എല്ലാം കൂടെ കൂട്ടിയാൽ 720. അപ്പോൾ ഒരു സൈഡ് കുറയാറിന് ഒരു 150 കുറയും എന്നാണ് അർത്ഥം. ഒരാംഗിൾ ഒരു ഇത് എത്രയും ഒരു സൈഡ് കുറയുമ്പോൾ 720 വേണ്ട, ഒരു സൈഡ് കുറയുമ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇതാ ഇപ്പം നിലവിൽ 6 സൈഡല്ലേ? 6 സൈഡാണ്. അപ്പോൾ 5 സൈഡ് ആക്കണം. കാര്യം ഒരു സൈഡ് കുറയുന്നു എന്ന് പറഞ്ഞില്ലേ? ആ സമയത്ത് എന്ത് ചെയ്യണം? പുറങ്കോണ് കിട്ടണം. അതിന് ആദ്യം അകങ്കോണ് കിട്ടിയാലേ പുറങ്കോണ് കിട്ടും. ഞാൻ ചെയ്യാം. അപ്പം ടോട്ടൽ ഇന്നർ ആംഗിൾ, ആകെ അകങ്കോൺ. ശരിക്കും ആ 720 150 കുറച്ചാൽ മതി കേട്ടോ. തൽക്കാലം ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. കാര്യം എന്താ വെച്ചാൽ നമുക്ക് ഇതൊക്കെ ഒന്ന് തറവായിട്ട് വരുമല്ലോ. അപ്പോൾ കുറച്ച് അടിപൊളിയാവും. 3 × 150 അപ്പോൾ 540. ഇനി 1 ഇന്നർ ആംഗിൾ കാണണം. എന്നാലല്ലേ 150 കുറച്ച് പുറംകോണ് കിട്ടൂ. ഒരേ പൊളി. ഒരു പുറം കോൺ, സോറി പുറംകോണല്ല, ഇന്നർ പറയുമ്പോൾ ഒരു ഇന്നർ ആംഗിൾ ആണ്. ഇന്നർ ആംഗിൾ അകം കോൺ എങ്ങനെ കാണാം? ടോട്ടൽ 5 സൈഡാണ് തവണ. നോക്കൂ, 5 സൈഡാണ്. ഒരു സൈഡ് കുറച്ചു എന്ന് പറഞ്ഞില്ലേ? അപ്പൊ 5 ആംഗിൾ തന്നെ ഉണ്ടാവാം. 5 സൈഡാണെങ്കിൽ 5 ആംഗിൾ, 5 കോണ്. 5 വശമാണെങ്കിൽ 5 കോണ്. അപ്പൊ 540. അപ്പൊ ഒരു കോണ് കിട്ടണമെങ്കിൽ 540/5 ഡിവൈഡ് ചെയ്ത് നോക്കാം. 540/5 എന്ന് പറഞ്ഞാൽ 108 ആയിരിക്കും കേട്ടോ. ഡിവൈഡ് ചെയ്യുക, ഹരിക്കുക. 108 ആയിരിക്കും 540/5. ആ 108 കിട്ടിയാൽ പോരാ. കാര്യം സി ക്വസ്റ്റ്യനിൽ അവർ തന്നതെന്താ? അവരോട് നമ്മളോട് ചോദിച്ചെന്താ? വശങ്ങളുടെ എണ്ണം 1 കുറവായി. അപ്പോൾ സമബഹുഭുജത്തിന്റെ ഒരു പുറംകോണാ ചോദിച്ചത്. ഒരു അകങ്കോൺ ഇവിടെ കിട്ടി 108. അപ്പൊ പുറംകോണ് കിട്ടാൻ ഇനി അതിനേക്കാൾ എളുപ്പം. പുറം കോൺ, ഔട്ടർ ആംഗിൾ. ഞാൻ പറഞ്ഞിരുന്നു പുറംകോണും ഔട്ടർ ആംഗിളും ഇന്നർ ആംഗിളും കൂട്ടിയാൽ 150 ആയിരിക്കും. ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും കൂടെ കൂട്ടിയാൽ 150 ആയിരിക്കും. അപ്പം ഇതാ ഔട്ടർ ആംഗിൾ കിട്ടണമെങ്കിൽ ഈ 150 ഈ 108 കുറച്ചായി. അപ്പം 150 - 108. കാര്യം എപ്പോഴും പഠിച്ചോട്ടോ. അതായത് ഇന്നർ ആംഗിൾ എത്രയാണോ ഔട്ടർ കിട്ടുകയാണെങ്കിൽ 150 കുറയ്ക്കാം. അപ്പം 150 - 108 ദാറ്റ് ഈസ് 72 ഡിഗ്രി ആയിരിക്കും. ദേ നമ്മുടെ ഉത്തരം ഒരേ പൊളി. എന്ത്? പുറം കോൺ ഔട്ടർ ആംഗിൾ 72 ഡിഗ്രി ആയിരിക്കും. എങ്ങനെയുണ്ട്? ക്ലാസ് ഇഷ്ടപ്പെട്ടു? അത്യാവശ്യം വലിയ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ കാണുക.
ഞാൻ വീണ്ടും പറയാണ്, ഇത് ഒരു പ്രാവശ്യം കണ്ടാൽ ചിലപ്പോൾ ഒരു ആവറേജ് ബിലോ ആവറേജ് ഉള്ള കുട്ടിക്ക് കത്തണമെന്നില്ല. കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്ന കുറച്ച് കോൺസെപ്റ്റുകൾ പഠിച്ചാലേ ഈ സാധനം കിട്ടും. എന്തൊക്കെയാ കോൺസെപ്റ്റ്? പുറം കോണുകളുടെ എല്ലാത്തിൻ്റെയും തുക 360 അകം കോണുകളുടെ തുക കാണാനുള്ള സിക്വേഷൻ n-2 × 180 ആണ്. അത് വെച്ച് n കണ്ടു. എന്നിട്ട് ഒരു അകം കോണ് കിട്ടണമെങ്കിൽ, ഒരു ഇന്നർ ആംഗിൾ കിട്ടണമെങ്കിൽ 6 സൈഡുള്ളതിൻ്റെ ഇന്നർ ആംഗിൾ എത്രയാ? സമ്മ് 720. അപ്പോൾ ഒരാളുടെ കിട്ടണമെങ്കിൽ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തു അല്ലേ? 6 ആക്കും കൂടി 720. ഒരാൾക്ക് കിട്ടണമെങ്കിൽ 720/6. എന്നിട്ട് ഒരു പറഞ്ഞു ഒരു സൈഡ് കുറക്കി. അപ്പോൾ ഒരു സൈഡ് കുറച്ചു. ശരിക്കും ഒരു സൈഡ് കുറയ്ക്കാറിനാ ഒരു 150 കുറയും എന്നാണ്. അപ്പോൾ 720 അല്ലേ 6 സൈഡിൻ്റെ? 720 6 സൈഡിൻ്റെ. അപ്പോൾ ഒരു സൈഡ് കുറയാറിന് 720 - 150, അത് 540 ശരിക്കും ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമല്ല. ആ 540 എഴുതി വെച്ചാലും മതി. എന്നിട്ട് ഒരു ആംഗിൾ കിട്ടണമെങ്കിൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 108. ദാറ്റ് ഈസ് ഈക്വൽ ടു പുറം കോൺ 180 - 108. ഓക്കെ, ദിസ് ഇനഫ്. അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താഴെ കമന്റ് സെക്ഷനിൽ നിങ്ങളെ കമന്റും കാത്തി സാറ് ഇരിക്കുകയാണ്. അടിപൊളിയായിട്ട് പഠിക്കണം. വിഷ് യു ആൾ ദി ബെസ്റ്റ്. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണും വരേക്കും. ഇറ്റ്സ് മീ VGR ഫ്രം സൈലം ലേണിംഗ്. ബൈ.